ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഇതിലേക്ക് കടന്നപ്പോഴാണ് ഇതൊരു കടലാണെന്നും ഈ കടലിൽ ഒരുപാട് മുങ്ങിത്തപ്പണ്ട് വരുമെന്നും എനിക്ക് മനസ്സിലായത്. എനിക്ക് ഈ ജേർണി കംപ്ലീറ്റ് ചെയ്തത് ഞാൻ ഒറ്റക്കല്ല. ഞാൻ പാർട്ട് 1 ക്വാളിഫൈ ചെയ്ത സമയത്തും സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഞാൻ ഒറ്റക്കല്ല, ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തത്. ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരൊന്നും ഇല്ലെങ്കിൽ ഐ വുഡ് നെവർ മെയ്ഡ് ദിസ് സക്സസ്. അതിൽ ബിഗിനിങ് വിത്ത് സാലി സർ ആൻഡ് IIM മാനേജ്മെന്റ് ആൻഡ് നമ്മുടെ ഫാക്കൽറ്റി, അവർ തരുന്നൊരു സപ്പോർട്ട് ഉണ്ട്. നമ്മൾക്ക് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും പാസ്സാവണ്ടേ, ക്ലിയർ ചെയ്യണ്ടേ, നമ്മൾ ഡൗൺ ആയി പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള കോൺവെക്കേഷൻ പരിപാടികൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീണ്ടും നമ്മൾക്കതൊരു പ്രചോദനമാണ്. ക്വാളിഫൈ ചെയ്യണം, ഇങ്ങനെ ഒരു സ്റ്റേജിൽ വീണ്ടും ഇരിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾക്കൊരു എപ്പോഴും നമ്മുടെ ഈ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ വന്ന് പഠിക്കുമ്പോൾ നമ്മൾക്ക് ഇതെങ്ങനെയാ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഫയർ അണയാതെ നമ്മൾക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് IIM എന്ന് പറയുന്നത്. അതുപോലെ സാലിസറിന്റെ വാക്കുകൾ നമ്മൾ ഓരോ കോൺവെക്കേഷന്റെ പരിപാടിയിൽ ഇരുന്ന് കേൾക്കുമ്പോഴും അത് നമ്മൾക്ക് തരുന്ന എനർജി ചെറുതായിരുന്നില്ല. അത്രയും വലിയൊരു എന്താ പറയാ, ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് എ ഫയർ. അദ്ദേഹം ഓരോ സമയത്ത് സംസാരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഇട്ട് തരുന്ന ഒരു ഫയർ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത കോൺവെക്കേഷൻ വരെ, അങ്ങനെ 2-3 കോൺവെക്കേഷൻ എൻ്റെത് കഴിഞ്ഞു. ഐ മീൻ ഞാൻ അറ്റൻഡ് ചെയ്ത കോൺവെക്കേഷൻ പരിപാടികൾ കഴിഞ്ഞു. പിന്നെ പറയുകയാണെങ്കിൽ മറ്റാരുമല്ല, എൻ്റെ ഉമ്മയാണ്, മിസ് നൂർജഹാൻ. ഞാനൊരു 2ാമത്തെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഐ വാസ് ഗോയിങ് ത്രൂ എ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഐ വാസ് നോട്ട് ഹാവിങ് എനിത്തിങ്. എനിക്കൊരു കരിയർ ഉണ്ടായിരുന്നില്ല. ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു. അതിന് കൂടെ ഒരു PG ഡിപ്ലോമ ചെയ്തു. അതിന് കൂടെ പല കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ആഫ്റ്റർ ദ സെക്കൻഡ് ഡെലിവറി ഐ വാസ് ഡൂയിങ് നത്തിങ് ആൻഡ് ഐ വാസ് ജസ്റ്റ് ഡെസ്പറേറ്റഡ് ആൻഡ് ഐ വാസ് തിങ്കിങ് ലൈക്ക്, ഞാൻ എന്തിനാണ് ഇത്രയും കാലം പഠിച്ചത്, എന്തിനാണ് എന്നെ ഇത്രയും നാളും പഠിപ്പിച്ചത്? ഞാനൊരു ബോയ് ആയിരുന്നെങ്കിൽ 27ാമത്തെ വയസ്സിൽ ഞാൻ ഇങ്ങനെ വെറുതെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ വെറുതെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകളിലൂടെ കടന്നുപോയി ഒരു വല്ലാത്തൊരു സ്റ്റേറ്റിൽ എത്തുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ്, അദ്ദേഹം ഇവിടെ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഐ ഡു മിസ് ഹിം എ ലോട്ട്. ഈ ഒരു മൊമെന്റിൽ ഇവിടെ ഇല്ല. സെയ്യാണ് പറഞ്ഞത്, എന്തുകൊണ്ട് വൈ ഡോണ്ട് യു ചൂസ് ഫോർ CMA USA 2 പേപ്പറിൽ ഉള്ളൂ, യു ക്യാൻ മേക്ക് ഇറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞത്. ആൻഡ് ദെൻ ഐ ജോയിൻഡ്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറയുന്നത്, ഞാൻ ആ കടന്നു വന്ന ജേർണിയിൽ ഞാൻ അനുഭവിച്ച ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഒരു മാനസികമായിട്ടായിക്കോട്ടെ ശാരീരികമായിക്കോട്ടെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാനത് അനുഭവിച്ചതിനേക്കാൾ അതേപോലെ അതേ തീവ്രതയിൽ, ഒരു പക്ഷെ അതിനേക്കാൾ ഏറെ തീവ്രതയിൽ അത് അനുഭവിച്ച ഒരേ ഒരാൾ എൻ്റെ ഉമ്മയാണ്. ഞാൻ എന്തൊക്കെയാണോ അനുഭവിച്ചത്, ഞാൻ എന്തൊക്കെയാണോ ചിന്തിച്ചത്, ഇതിൽ ഞാൻ ചെയ്തത് ഞാനത് പഠിച്ചു, എക്സാം പോയി എഴുതി പാസ്സായി എന്നുള്ളത് മാത്രമാണ്. അതർവൈസ് ദ ലൈഫ് ഐ ലിവ്, ഞാൻ ജീവിക്കേണ്ടിയിരുന്ന ജീവിതം ജീവിച്ചത് എൻ്റെ ഉമ്മയാണ്. മീൻസ് മക്കളെ നോക്കിയിട്ടായി കഴിഞ്ഞാലും എൻ്റെ മക്കൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണാം, അവര് ഒരു മിനിറ്റ് പോലും അവരടങ്ങിയിരിക്കില്ല, അപ്പം ഞാൻ രാവിലെ 8-9 മണിക്കൊക്കെ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഐ വുഡ് ലീവ് മൈ ഹൗസ്, ദ എൻറ്റയർ ഹൗസ് വിത്ത് ഹെർ, ആൻഡ് ഷീ വാസ് ഡൂയിങ് ഇറ്റ്. രാവിലെ ഒരു 8 മണിക്ക് ഞാൻ വിട്ട് ഒരു 6 മണിക്ക് വീട്ടിലെത്തുന്ന സമയം വരെ, അത് കഴിഞ്ഞാലും പിന്നെ നോക്കല്ലേ, ഞാൻ എത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ബട്ട് ഷീ വാസ് ഡൂയിങ് ദ കുക്കിംഗ്, ക്ലീനിങ്, എവ്രിതിങ് ഷീ വാസ് ഡൂയിങ് വിത്ത് ദാറ്റ്. ആൻഡ് ഒരിക്കലും എൻ്റെ ഉമ്മ ആയിരുന്നില്ല ആ ഒരു സ്ഥാനത്തെങ്കിൽ ഐ വുഡ് നെവർ ഡു ദാറ്റ്. ഇറ്റ്സ് ഓൾറൈറ്റ്, അതൊക്കെ പതിവുള്ളതാണ്. അപ്പോൾ പിന്നെ അതുപോലെ നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നുകിൽ ഐപാഡ് അല്ലെങ്കിൽ ബുക്സ് എടുക്കുന്ന സമയത്ത് ഇവർ എപ്പോഴും ബുക്കിന് വേണ്ടി ചോദിക്കും. ഞാൻ എഴുതുന്ന ബുക്ക്, ഞാൻ എഴുതുന്ന പേന, അത് തന്നെയാണ് ഇവർക്ക് വേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരേപോലത്തെ 2 ബുക്ക് അധികം വാങ്ങും, ഒരേപോലത്തെ 2 പെൻ അധികം വാങ്ങും, അവർക്കും കൊടുക്കും. പക്ഷെ അവർക്ക് ഞാൻ എഴുതുന്ന പെന്ന്, ഞാൻ എഴുതുന്ന ബുക്ക് തന്നെയാണ് അവർക്കും വേണ്ടി വരിക. അപ്പം പിന്നെ അതിനുശേഷം എനിക്ക് വീട്ടിൽ നിന്ന് പഠിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്യാതിരിക്കുന്ന സമയങ്ങളിലൊക്കെ ഞാൻ മക്കളുമായിട്ട് അടി കഴിഞ്ഞിട്ട്, നമ്മൾ ആദ്യമൊന്നും അതത്ര പ്രശ്നമില്ലെങ്കിൽ എക്സാം വിൻഡോ എൻ്റെ കൂടെ ജോയിൻ ചെയ്ത എല്ലാവരും ഒരു പാർട്ട് ക്വാളിഫൈ ചെയ്തു. അതിനുശേഷം എനിക്ക് ആ എക്സാം എഴുതാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ പാർട്ട് 1ന്റെ ക്ലാസ് കഴിഞ്ഞു. അപ്പൊ എനിക്ക് ശേഷം വന്ന് ജോയിൻ ചെയ്തവർ വരെ പാസ്സായിട്ട് പോയി. ഒരാളുണ്ടായിരുന്നു, വേഗം തന്നെ ഷെസിൻ എന്ന് പറഞ്ഞിട്ട് വേഗം ക്ലിയർ ചെയ്ത് പോയി. എൻ്റെ കൂടെ ജോയിൻ ചെയ്തവരും ക്ലിയർ ചെയ്ത് പോയി. ആ സമയത്ത് നമ്മൾ അനുഭവിച്ചൊരു വേദനയുണ്ട്, ഇത് എന്നെ കൊണ്ട് പറ്റൂലേ, എത്രയോ പ്രാവശ്യം ഈ ഒരു ജേർണിയിൽ എത്രയോ പ്രാവശ്യം ഇത് ഇട്ടിച്ച് പോകാമെന്ന് എത്രയോ പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾക്ക് ഇപ്പം ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ, സെമി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണെങ്കിൽ പോലും വി വിൽ ഹാവ് എ തോട്ട് ലൈക്ക് ദാറ്റ്. നമ്മൾ പലപ്പോഴും വി വിൽ ഗോ ഡൗൺ. ബട്ട് ആ സമയത്തൊന്നും
നെവർ ക്വിറ്റ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും നമ്മുടെ ജേർണി എന്ത് ചെയ്യരുത്, നിർത്താൻ വേണ്ടി പാടില്ല. അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വെറുതെ ജോലിക്കൊന്നും പോകാതെ നിൽക്കുന്ന സമയത്ത് അവിടുന്ന് എന്നോട് എപ്പോഴും ചോദിക്കായിരുന്നു, എന്താ ജോലിക്ക് നോക്കുന്നില്ലേ, പോയിക്കൂടെ, എന്തിനാ വെറുതെ വീട്ടിൽ നിൽക്കുന്നത്. അവരുടെ ഒരു സപ്പോർട്ടും ഡെഫിനറ്റ്ലി എൻ്റെ ഈ ജേർണിയിലുണ്ട്. പിന്നെ എൻ്റെ അനിയത്തി, അവർ NIT വർക്ക് ചെയ്യാണ്, ഇപ്പം ഇന്ന് വരാൻ വേണ്ടി പറ്റില്ല. അവരും എന്നെ പോലെ ഈ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. ഞാൻ എന്നെ അണ്ടർ വാല്യൂ ചെയ്യുന്ന സമയത്ത് എൻ്റെ വാല്യൂസ് എനിക്ക് എക്സ്പോസ് ചെയ്ത് കാണിച്ചു തന്നിരുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ സിസ്റ്റർ ആഷിയ എന്ന് പറയുന്നത്. ആർക്കിടെക്റ്റ് ആണ്. അപ്പം ഷി വാസ് ഓൾസോ, അവരും കൂടി ഇവിടെ ഉണ്ടാവണമായിരുന്നു. ഐ ഡു മിസ് ഹർ എ ലോട്ട് ഓൾസോ. പിന്നെ എൻ്റെ ഉപ്പ, നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്താണ് എല്ലാവരും ആ ഒരു പ്രായത്തിൽ കല്യാണം കഴിഞ്ഞു പോകുന്ന ഒരു പ്രായമായിരുന്നു. ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചിരുന്ന കോളേജ്, സെസൈഡ് കോളേജിനെ തന്നെ കോളേജ് മാനേജ്മെന്റ് തന്നെ വിളിച്ചുകൊണ്ടിരുന്നത് പെൺകുട്ടികൾ +2 കഴിഞ്ഞിട്ട് കല്യാണം കഴിയുന്നത് വരെ ഒരു ഫ്രീസർ എന്നുള്ള ഒരു രീതിയിലാണ് സെസൈഡ് കോളേജ് മാനേജ്മെന്റ് തന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ഇതിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു, എന്തിനാ പഠിക്കുന്നത്, ഇത്ര ദൂരം പോയിട്ട് എന്തിനാ പഠിക്കുന്നത്, കല്യാണം കഴിഞ്ഞ് വീട്ടിലിരിക്കാനല്ലേ. പക്ഷെ അതൊന്നും വില കൊടുക്കാതെ, നമ്മളെ പെട്ടെന്ന് കെട്ടിച്ചു വിടാതെ നമ്മൾ പഠിക്കാൻ വേണ്ടി, നമ്മൾ ഈ അച്ചീവ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഞാൻ ചിന്തിക്കലുണ്ട്, നമ്മൾ ഇത്രയും വർഷമായിട്ട് ഉപ്പാക്കൊന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് ഞാൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയലുണ്ട്. ആൻഡ് ഫൈനലി വി ഹാവ് മെയ്ഡ് ദിസ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അല്ലെ, നമ്മൾ മക്കളെ സംബന്ധിച്ചിടത്തോളം എത്ര പണം കൊടുക്കുന്നു അല്ലെങ്കിൽ എന്നുള്ളതല്ല, അവരെ പ്രൗഡാക്കാൻ പറ്റുന്ന ഒരു മൊമെന്റിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് അവർക്ക് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ഡെഫിനറ്റ്ലി ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. പാർട്ട് 2 ജോയിൻ ചെയ്ത സമയം മുതൽ എൻ്റെ കൂടെ ഉള്ളതാണ് മുസ്ലിഹ. ഇപ്പം എൻ്റെ കൂടെ തന്നെ ക്ലിയർ ചെയ്തു. അതുപോലെ പാർട്ട് 1 പാർട്ട് 2 ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഇത്ര നേരം എൻ്റെ ജേർണി പറയുന്നത് എനിക്ക് ഒരു പക്ഷെ മനസ്സിലാവുന്നുണ്ടോ, ഒരു പക്ഷെ ടഫായിട്ടുള്ളൊരു, ഞാൻ നേരത്തെ ജാസർ പറഞ്ഞതുപോലെ ഞാൻ ഈ കോഴ്സിന് ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ് എന്നോട് ചോദിച്ചിരുന്നു, എന്തിനാ ഈ പ്രായത്തിലല്ലേ ഇതിന് പോയിട്ട് പറ്റുമോ, ഇതെല്ലാം പഠിച്ച് പാസ്സായിട്ട് ഇനി എപ്പോഴാ എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞിരുന്നു. അതൊക്കെ കേട്ടിട്ട് നമ്മൾ പറയുന്നവർക്ക് അത് ചെറിയൊരു വാക്കുകൾ മാത്രമായിരിക്കും, പക്ഷെ അത് നമുക്ക് തരുന്ന ഒരു നെഗറ്റീവ് എനർജി ഉണ്ടല്ലോ, അതിനെ ഓവർകം ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് റാൻഡം ആയിട്ടുള്ള റിലേറ്റീവ്സ് എനിക്കുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ റിലേറ്റീവ്സ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ, ഞാൻ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഞാൻ മുസ്ലിമിനെ പരിചയപ്പെടുന്നതും. ആഫ്റ്റർ ദാറ്റ് ഞാൻ അത് പാസ്സാകുന്ന സമയത്ത് പിന്നെ എനിക്ക് എൻ്റെ മക്കളെ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ പാർട്ട് 1 ക്വാളിഫൈ ചെയ്തു. പാർട്ട് 2 എഴുതുന്ന സമയത്തൊക്കെയാണ് മുസ്ലിം പ്രഗ്നന്റ് ആവുന്നത്. അപ്പോൾ പിന്നീടുള്ള മുസ്ലിയുടെ ഒരു ലൈഫ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അത്രയും എന്താ പറയുക ബ്ലെസ്ഡ് ആൻഡ് എൻ്റെ സ്ട്രഗിൾസ് ഒന്നും അല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയത്. ബിക്കോസ് ക്വാളിഫൈ ചെയ്യുന്ന പാർട്ട് 2 എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോൾ മുസ്ലിഹ വാസ് അറൌണ്ട് 8-9 months പ്രഗ്നന്റ് ആയിരുന്നു. ആൻഡ് ഐ വാസ് അക്കമ്പനിങ് ഹർ. ഞാനും അവളുടെ ഉപ്പയാണ് എക്സാം എഴുതാൻ കോഴിക്കോടേക്ക് പോയത്. ആൻഡ് എനിക്കത് ഇപ്പോഴും പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ, അതായത് ആ ഒരു നമ്മൾക്ക് ഡ്രീം അച്ചീവ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ മലയാളത്തിൽ പറയുന്ന ഉദാത്തമായ ഉദാഹരണം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി മുസ്ലിമാണ്. കാരണം ആ ഒരു പ്രഗ്നൻസിയിൽ നിറവയറായിട്ട് നടക്കുന്ന സമയത്ത് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ കയറിയ റെയിൽവേ സ്റ്റേഷൻ എക്സാം സെന്ററിലേക്ക് കയറിയ ഓട്ടോ അദ്ദേഹം കണ്ടിരുന്നു, ഷി വാസ് പ്രഗ്നന്റ് എന്നുള്ള രീതിയിൽ പതുക്കെയാണ് ഓട്ടോ ഓടിച്ചത്. നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ആ ഓട്ടോക്കാരനോട് എത്ര പറഞ്ഞിട്ടാണ് കേൾക്കുന്നത്, ഹി വാസ് റൈഡിങ് സോ ഫാസ്റ്റ്. ആൻഡ് ആ റെയിൽവേ സ്റ്റേഷനിൽ അടുത്തുള്ള റോഡ് വളരെ കുണ്ടും കുഴിയൊക്കെ ഉള്ളതാണ്. അപ്പൊ നമ്മൾ ഒരുപാട് പറഞ്ഞു കുറച്ചും പതുക്കെ, പക്ഷെ അത് കേൾക്കുന്ന അയാൾ ഏതോ ലോകത്തുള്ളത് ഒരു സ്പീഡിൽ പോകുമ്പോൾ ഏതോ ഒരു ഗട്ടറിൽ എത്തിയപ്പോൾ ഷി വാസ് ഹോൾഡിങ് മൈ ഹാൻഡ് സോ ഹാർഡ്ലി. എനിക്ക് ഇപ്പോഴും അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്രയും ആ ഒരു 9ാം മാസം നീരും കാര്യങ്ങളും വേദനയൊക്കെ ഉള്ള സമയത്ത് ഷി വാസ് അതിനുവേണ്ടി പഠിക്കുന്നത്. എക്സാം എഴുതുന്നത് ഒരു ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് ദാറ്റ് ജേർണി ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് നമുക്കറിയാല്ലേ, നമ്മൾ വീട്ടിലൊക്കെ ഉള്ള ആളുകളെ കാണുന്നതാണ് പ്രഗ്നൻസി ടൈമിൽ എത്രത്തോളം കെയർ, എത്രത്തോളം റെസ്റ്റ് ഒക്കെ വേണം എന്നുള്ളത്. സോ എൻ്റെ വിജയത്തിനേക്കാൾ ഉപരി ഞാനിപ്പോൾ ആഘോഷിക്കുന്നത് അവളുടെ വിജയമാണ് ഡെഫിനറ്റ്ലി. ആൻഡ് പറയുകയാണെങ്കിൽ ഷീ ഈസ് ദ റിയൽ വിന്നർ എന്നൊക്കെ പറയേണ്ടി വരും. ലൈഫിൽ ഞാൻ അഡ്മയർ ചെയ്യുന്ന കുറച്ച് ലേഡീസ് ഒരാളാണ് മുസ്ലിയ എന്ന് പറയുന്നത്. എന്നെ നമ്മൾ അങ്ങോട്ടും മെസ്സേജ് അയച്ചിട്ടും കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എനിവേ അങ്ങനെ ഫൈനലി ക്ലിയർ ചെയ്ത മൊമെന്റിൽ അറിയാലോ നമ്മൾ ഇനി എന്ത് എന്നുള്ളത്, നമ്മൾ എത്രയും കഴിഞ്ഞു, നമ്മൾ ഫൈനലി ഇവിടെ എത്തി. ഇനി എന്ത് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഡെഫിനറ്റ്ലി
എനിക്ക് പറയാനുള്ളത്, സാലി സർ ഇപ്പോഴും പറയാറുണ്ട് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന കുട്ടികളോട്, അതായത് ഏർലി 20s കുട്ടികളോട് സാലി സർ പറയാറുണ്ട്, ദിസ് ഈസ് യുവർ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും ഉള്ളതാണ്, എക്സ്പീരിയൻസിൽ പറയാണ്. ബിഫോർ ഗെറ്റിംഗ് മാരീഡ്, ബിഫോർ ഗെറ്റിംഗ് കിഡ്സ്, അച്ചീവ് യുവർ ഡ്രീംസ്. നിങ്ങൾക്ക് പോകാനുള്ള സ്ഥലങ്ങളിൽ പോകാം, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ആൻഡ് ദെൻ ഹാവ് ഫാമിലി, ആൻഡ് ബിക്കോസ് ഫാമിലി ഈസ് നോട്ട് എ ബാരിയർ, ബട്ട് ഇറ്റ് വിൽ മേക്ക് അവർ ജേർണി എന്താണ് മോർ ഡിഫിക്കൽട്ട്. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ. അത് ദെൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അവർ മൈൻഡ് സെറ്റ്. നമ്മുടെ മൈൻഡ് സെറ്റിനനുസരിച്ചിട്ടിരിക്കും ബാക്കിയുള്ളത്. ആ ഡിഫിക്കൽട്ടി നമ്മുടെ മൈൻഡ് സെറ്റിനനുസരിച്ചിട്ടിരിക്കും. ചിലപ്പോൾ അത് ചെറിയ ഡിഫിക്കൽട്ടി ആയിരിക്കും. നമ്മൾക്കൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള, എൻ്റെ ഹസ്ബൻഡിനും പോലെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആൻഡ് ഫാമിലി ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു. ഓക്കെ, സോ അതിനൊന്നും നിൽക്കാതെ ഇഫ് യു ആർ ഇതിൽ സെമി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. സോ ഐ എം ടെല്ലിങ് യു ദാറ്റ് അച്ചീവ് യുവർ മാക്സിമം, ഡോണ്ട് സ്റ്റോപ്പ് ഫോർ എനിത്തിങ്. നിങ്ങൾക്ക് നമ്മൾ ക്വാളിഫൈഡ് ആയി എന്നുള്ളത് കൊണ്ട് സാറ് പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വി ആർ നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ് ചെയ്യാൻ അല്ലേ. സോ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഐ എം താങ്കിങ് യു everyone who listened me, and everyone who supported me, everyone who prayed for me. A big thank you for everyone. Thank you so much.